2 ദിനവൃത്താന്തം അധ്യായം 25. രാജാവാകുമ്പോൾ അമസ്യായ്ക്ക് 25 വയസ്സായിരുന്നു. അവൻ ജെറൂസലമിൽ 29 വർഷം ഭരിച്ചു. ജെറൂസലേംകാരിയായ യഹോവദ്ദാനായിരുന്നു അവൻ്റെ മാതാവ്. അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല. രാജാധികാരം തൻ്റെ കയ്യിൽ ഉറച്ചപ്പോൾ അവൻ തൻ്റെ പിതാവിൻ്റെ ഘാതകരായ സേവകന്മാരെ വധിച്ചു. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ അവരുടെ മക്കളെ കൊന്നില്ല. പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോ, മക്കളുടെ അകൃത്യത്തിന് പിതാക്കന്മാരോ വധിക്കപ്പെടരുത്. ഓരോരുത്തരും താങ്കളുടെ അകൃത്യത്തിന് മരണശിക്ഷ അനുഭവിക്കണം എന്ന കർത്താവിൻ്റെ കൽപ്പന അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അമസ്യ യൂദായിൽ നിന്നും ബെഞ്ചമിനിൽ നിന്നും ആളുകളെ ശേഖരിച്ച് അവരെ കുടുംബക്രമത്തിൽ സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും കീഴിൽ നിയോഗിച്ചു. 20 അതിനുമേലും വയസ്സുള്ള 300,000 പേരെ അവൻ ഒരുമിച്ച് കൂട്ടി. അവർ യുദ്ധശേഷിയുള്ളവരും കുന്തവും പരിചയും ഉപയോഗിക്കാൻ കഴിവുള്ളവരുമായിരുന്നു. ഇതിനു പുറമെ ഇസ്രായേലിൽ നിന്ന് 100,000 വീരയോദ്ധാക്കളെ 100 താലന്ത് വെള്ളിക്ക് കൂലിക്കെടുത്തു. എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത്. കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേല്യരോട് കൂടെ ഇല്ല. ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിൻ്റെ മുമ്പിൽ നിന്നെ വീഴ്ത്തും. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. അമസ്യ ദൈവപുരുഷനോട് പറഞ്ഞു, ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ 100 താലന്ത് വെള്ളി കൊടുത്തുപോയല്ലോ. ദൈവപുരുഷൻ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട്. അപ്പോൾ അമസ്യ എഫ്രായിമിൽ നിന്ന് വന്ന സൈന്യത്തെ പിരിച്ചുവിട്ടു. അവർക്ക് യൂദായോട് വലിയ അമർഷം തോന്നി. കോപാക്രാന്തരായി അവർ വീടുകളിലേക്ക് മടങ്ങി. അമസ്യ സധൈര്യം സൈന്യത്തെ നയിച്ച് ഉപ്പ് താഴ്വരയിലെത്തി 10,000 സെയർ പടയാളികളെ വധിച്ചു. യൂദാ സൈന്യം വേറെ 10,000 പേരെ ജീവനോടെ പിടിച്ച് ഒരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു. അവരുടെ ശരീരങ്ങൾ ഛിന്നഭിന്നമായി. യുദ്ധത്തിന് കൊണ്ടുപോകാതെ അമസ്യ പിരിച്ചുവിട്ട സൈനികർ സമറിയായ്ക്കും ബെത്ത്ഹൊറോണിനും ഇടയ്ക്കുള്ള യൂദാ നഗരങ്ങൾ ആക്രമിച്ച് 3,000 പേരെ കൊല്ലുകയും വളരെയേറെ കൊള്ളവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു. ഏദോമ്യരെ തോൽപ്പിച്ചു മടങ്ങുമ്പോൾ അമസ്യ സെയർ നിവാസികളുടെ ദേവവിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവന്നു. അവയെ സ്വന്തം ദേവന്മാരായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കർത്താവ് അമസ്യയോട് കോപിച്ച് ഒരു പ്രവാചകനെ അയച്ചു. അവൻ ചോദിച്ചു, സ്വന്തം ജനത്തെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്ന ഈ ദേവന്മാരെ നീ ആശ്രയിക്കുന്നതെന്തിന്? അപ്പോൾ അമസ്യ അവനോട് പറഞ്ഞു, രാജാവിൻ്റെ ഉപദേഷ്ടാവായി നിന്നെ നിയമിച്ചിട്ടുണ്ടോ? നിർത്തൂ, അല്ലെങ്കിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടും. പ്രവാചകൻ ഇത്രയും കൂടി പറഞ്ഞു നിർത്തി, നീ ഇപ്രകാരം പ്രവർത്തിക്കുകയും എൻ്റെ ഉപദേശം ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയിക്കുന്നു. യൂദാ രാജാവായ അമസ്യ ഉപദേഷ്ടാക്കളുമായി ആലോചിച്ച് യേഹൂവിൻ്റെ മകനായ യഹോവാഹാസിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിൻ്റെ അടുത്ത് ആളയച്ച് പറഞ്ഞു, വരൂ, നമുക്കൊരു ബലപരീക്ഷണം നടത്താം. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസ്യായ്ക്ക് മറുപടി നൽകി, ലബനോനിലെ ഒരു മുൾച്ചെടി ലബനോനിലെ ഒരു ദേവദാരുവിനോട് നിന്റെ മകളെ എൻ്റെ മകന് ഭാര്യയായി തരിക എന്നാവശ്യപ്പെട്ടു. ലബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടി ചവിട്ടിയരച്ച് കളഞ്ഞു. ഏദോമിനെ തകർത്തു എന്ന് നീ വീമ്പിളക്കുന്നു. അടങ്ങി വീട്ടിലിരിക്കുക. എന്തിന് യൂദായ്ക്കും നിനക്കും വെറുതെ നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസ്യ കൂട്ടാക്കിയില്ല. ഏദോമിലെ ദേവന്മാരെ സേവിച്ചതുകൊണ്ട് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിരുന്നു.
ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു. അവൻ യൂദാ രാജാവായ അമസ്യായുമായി യൂദായിലെ ബെത്ഷെമെഷിൽ വെച്ച് ഏറ്റുമുട്ടി. യൂദാ സൈന്യം പരാജയപ്പെട്ടു. പടയാളികൾ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അഹസ്യായുടെ മകനായ യോവാഷിൻ്റെ മകനും യൂദാ രാജാവുമായ അമസ്യായെ ബന്ധിച്ചു ജെറുസലമിൽ കൊണ്ടുവന്നു. ജെറുസലമിൻ്റെ മതിൽ എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ച് ഓബദേദോമിനെ തടവുകാരനാക്കി. രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ കൈവശപ്പെടുത്തി കൊള്ളമുതലും തടവുകാരുമായി സമറിയയിലേക്ക് മടങ്ങി. യഹോവാഹാസിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിൻ്റെ മരണത്തിന് ശേഷം യോവാഷിൻ്റെ മകനും യൂദാ രാജാവുമായ അമസ്യ 15 വർഷം ജീവിച്ചു. അമസ്യായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ആദ്യന്തം യൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനെ വിട്ടകുന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലമിൽ ഗൂഢാലോചന നടന്നു. അവൻ ലാഖീഷിലേക്ക് ഒളിച്ചോടി. അവർ ആളെ വിട്ട് ലാഖീഷിൽ വെച്ച് അവനെ വധിച്ചു. മൃതദേഹം കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. Chapter 25. Amaziah was 25 years old when he became king, and he reigned 29 years in Jerusalem. His mother, named Jehoiadan, was from Jerusalem. He did what was pleasing in the sight of the Lord, though not wholeheartedly. After he had strengthened his hold on the kingdom, he slew those of his servants who had killed the king his father. But he did not put their children to death, for he acted according to what is written in the law in the book of Moses, as the Lord commanded, Fathers shall not be put to death for their children, nor children for their fathers, but only for his own guilt shall a man be put to death. Amaziah mustered Judah and placed them out of all Judah and Benjamin according to their ancestral houses, under leaders of thousands and of hundreds. When he had counted those of 20 years and over, he found them to be 300,000 picked men fit for war, capable of handling lance and shield. He also hired 100,000 valiant warriors from Israel for 100 talents of silver. But a man of God came to him and said, O king, let not the army of Israel go with you, for the Lord is not with Israel, with any Ephraimite. Instead, go on your own, strongly prepared for the conflict. Otherwise the Lord will defeat you in the face of the enemy. It is God who has the power to reinforce or to defeat. Amaziah answered the man of God, But what is to be done about the 100 talents that I paid for the troops of Israel? The man of God replied, The Lord can give you much more than that. Amaziah then disbanded the troops that had come to him from Ephraim and sent them home. They, however, became furiously angry with Judah and returned home blazing with resentment. Amaziah now assumed command of his army. They proceeded to the valley of Salt, and there they killed 10,000 men of Seir. The Judahites also brought back another 10,000 alive, whom they led to the summit of the rock and then cast down, so that they were all crushed. Meanwhile, the mercenaries whom Amaziah had dismissed from battle service with him raided the cities of Judah from Samaria to Beth-horon. They killed 3,000 of the inhabitants and took away much booty. When Amaziah returned from his conquest of the Edomites, he brought back with him the gods of the people of Seir, which he set up as his own gods. He bowed down before them and offered sacrifice to them. Then the anger of the Lord blazed out against Amaziah, and he sent a prophet to him who said, Why have you had recourse to this people's gods that could not save their own people from your hand? While he was still speaking, however, the king said to him, Have you been made the king's counselor? Be silent. Why should it be necessary to kill you? Therefore the prophet desisted. I know, however, he said, that God has let you take counsel to your own destruction, because you have done this thing and have refused to hear my counsel.
Having taken counsel, King Amaziah of Judah sent messengers to Joash son of Jehoahaz, son of Jehu, the king of Israel, saying, Come, let us meet each other face to face. King Joash of Israel sent this reply to King Amaziah of Judah, The thistle of the Lebanon sent a message to the cedar of the Lebanon, saying, Give your daughter to my son for his wife. But the wild beasts of the Lebanon passed by and trampled the thistle down. You are thinking, See, I have beaten Edom, and thus ambition makes you proud. Remain at home. Why involve yourself and Judah with you in misfortune and failure? But Amaziah would not listen, for God had determined to hand them over because they had had recourse to the gods of Edom. Therefore King Joash of Israel advanced, and he and King Amaziah met in battle at Beth-shemesh of Judah. There Judah was defeated by Israel, and all the Judean soldiers fled homeward. King Joash of Israel captured Amaziah, king of Judah, son of Joash, son of Jehoahaz, at Beth-shemesh, and brought him to Jerusalem. Then he tore down the wall of Jerusalem from the Ephraim gate to the corner gate, a distance of 400 cubits. He took away all the gold and silver and all the vessels he found in the house of God with Obed-Edom, together with the treasures of the palace and hostages as well. Then he returned to Samaria. Amaziah son of Joash, king of Judah, survived Joash son of Jehoahaz, king of Israel, by 15 years. The rest of the acts of Amaziah, first and last, can be found written, as is well known, in the book of the kings of Judah and Israel. Now from the time that Amaziah ceased to follow the Lord, a conspiracy was formed against him in Jerusalem. Hence he fled to Lachish. But they pursued him to Lachish and put him to death there. They brought him back on horses and buried him with his ancestors in the city of Judah.